സ്വീകരണത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അഭിവാദ്യങ്ങൾ. തക്കറമുക്കിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ഇത്രയും മനസ്സ് തുറന്നുകൊണ്ട് സ്നേഹിക്കാൻ അറിയുന്ന, രാഷ്ട്രീയം വ്യക്തമാക്കാൻ അറിയുന്ന മനുഷ്യരെ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് ഈ മണ്ണിലേക്ക് വരാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. നമ്മൾ ആരാണ് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. എന്നോട് കുറെ ആൾക്കാർ വിളിച്ചു ചോദിച്ചു, പേരാമ്പ്രയിലെ ജനങ്ങൾ ആരാണ് എന്ന്. ഞാൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, മണ്ണിന്റെ മണമുള്ള മനുഷ്യരാണ് ഈ പേരാമ്പ്രയിലുള്ളവർ എന്ന് ഞാൻ പറഞ്ഞവരോട്. നമ്മള് മണ്ണിൽ നിന്നാണ് തുടങ്ങുന്നത്, അല്ലെ? ഇന്ന് ഈ ഭൂമിയിൽ എന്ത് വലുതുണ്ടാക്കിയിട്ടുണ്ട് എങ്കിലും, എത്ര കുത്തക കമ്പനികൾ വന്നിട്ടുണ്ട് എങ്കിലും, അതിന്റെയൊക്കെ അടിസ്ഥാനം, അതിന്റെ പിന്നിലേക്ക് പോയി നോക്കിയാൽ അതിനുള്ള വിയർപ്പ് യഥാർത്ഥത്തിൽ കർഷകരുടേതാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ മണ്ണിൽ പണിയെടുക്കുന്ന മനുഷ്യരുടെ വിയർപ്പിന്റെ ഫലമാണ് ഈ നാട്ടിലേക്ക്, ആ നാട്ടിൽ വന്നിട്ടുള്ള വികസനങ്ങൾ, നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസങ്ങൾ, ഇവിടേക്ക് വന്നിട്ടുള്ള പുരോഗതിയുടെ ചെറുതും വലുതുമായിട്ടുള്ള കണികകൾ. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇപ്പോൾ നമ്മുടെ നാടിന്റെ ഈ പറയുന്ന കാർഷികപരമായിട്ടുള്ള ഉന്നമനത്തിന്റെ സ്ഥിതി എന്താണ് എന്നൊന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കണം. തക്കറമുക്കിലേക്ക് വരുമ്പോ, ചെറുവണ്ണൂരിൽ നിന്നും തക്കറമുക്കിലേക്ക് വരുമ്പോ എത്രയാ പാടങ്ങൾ അവിടെ ഒഴിഞ്ഞു കിടക്കുന്നത്, എത്ര പാടങ്ങളാണ് അവിടെ ഒഴിഞ്ഞു കിടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് കൃഷിയോഗ്യമാക്കാൻ പറ്റാത്തത് എന്നുള്ള ചോദ്യം നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ നാടിനെ നമുക്ക് തിരിച്ചെടുക്കണം, നമ്മുടെ നാടിന്റെ മണത്തിനെ നമുക്ക് തിരിച്ചെടുക്കണം. എല്ലാം നഷ്ടപ്പെട്ടാലും ഇന്ത്യ പിടിച്ചു നിൽക്കുന്നത് ഒരൊറ്റ കാരണം കൊണ്ടാണ്. എല്ലാം നഷ്ടപ്പെട്ടാലും ഈ നാട് പിടിച്ചു നിൽക്കുന്നത്, ഇന്ത്യ പിടിച്ചു നിൽക്കുന്നത് ഒരൊറ്റ കാരണം കൊണ്ടാണ്. അത് കർഷകർ എന്നുള്ള വിഭാഗം ഈ നാട്ടിലുണ്ട് എന്നുള്ള കാരണം കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പേരാമ്പ്രയിലെ ജനങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല എന്നുള്ളത് എടുത്തു പറയുകയാണ്. കയ്യിലുള്ള ആയുധം, കയ്യിലുള്ള നിങ്ങളുടെ വജ്രായുധം എന്ന് പറയുന്നത് ഈ നാടിന്റെ മണമാണ്. ആ നാടിന്റെ മണത്തിനെ ഏറ്റെടുത്തുകൊണ്ട്, നിങ്ങളുടെയൊക്കെ ഉള്ളിലുള്ള ആ സ്പിരിറ്റ് ഉണ്ടല്ലോ, അത് ഏറ്റെടുത്തുകൊണ്ട് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ എന്നാലാവുന്ന വിധം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള വാക്ക് ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDF വിജയി